നമസ്കാരം. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് മരട് അനീഷിനെ കാപ്പ ചുമത്തി വിയൂർ സെൻട്രൽ ജയിലിലടച്ചു. നെടുമ്പാശ്ശേരി പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. നെടുമ്പാശ്ശേരിയിൽ ഒരു സ്പായിൽ കയറി ഭീഷണിപ്പെടുത്തുകയും അതിക്രമം കാണിക്കുകയും ചെയ്ത സംഭവത്തിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അനീഷിനെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാറാണ് അറിയിച്ചത്. ഈ സംഭവത്തിന് ശേഷം മൈസൂരിലേക്ക് കടക്കാൻ ശ്രമിക്കവേ തൃശൂരിൽ വെച്ചാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലുമായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാൾക്കെതിരെ മുൻപും നിരവധി അറസ്റ്റ് വാറന്റുകൾ നിലവിലുണ്ടായിരുന്നു. കേരളത്തിൽ മാത്രം 50-ലധികം കേസുകളാണ് മരട് അനീഷ് പ്രതിയായിട്ടുള്ളത്. അടുത്തിടെ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 4 വധശ്രമത്തിനുള്ളതാണ്. കൂടാതെ കർണാടകയിൽ 5, തമിഴ്നാട്ടിൽ സ്വർണ്ണക്കവർച്ച ഉൾപ്പെടെ 3 കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. കഴിഞ്ഞ വർഷം വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയവേ ഇയാൾക്ക് നേരെ വധശ്രമമുണ്ടായിരുന്നു. ഈ കേസിൽ അമ്പായത്തോട് അഷ്റഫ്, ഹുസൈൻ കൊച്ചി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മരട് അനീഷ് മുൻപ് ഏറ്റെടുത്ത കൊട്ടേഷനുമായി ബന്ധപ്പെട്ട വൈരാഗ്യവും കുടിപ്പകയുമാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൊച്ചി കേന്ദ്രീകരിച്ച് ദീർഘകാലമായി ക്രിമിനൽ മേഖലയിൽ സജീവമായ മരട് അനീഷിനെതിരെ കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലുമായി 50-ലധികം കേസുകൾ നിലവിലുണ്ട്. പ്രധാനമായും കൊച്ചി നഗരത്തിലെ ഗുണ്ടാ ആക്രമണങ്ങൾ, കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ, വധശ്രമങ്ങൾ, തട്ടിക്കൊണ്ടുപോകൽ, അനധികൃത പണപ്പിരിവ് എന്നിവയിലാണ് ഇയാൾക്കെതിരെ കേരളത്തിൽ ഭൂരിഭാഗവും കേസുകളുള്ളത്. ഇതിൽ 4 കേസുകൾ വധശ്രമത്തിനുമുണ്ട്. തമ്മനം ഭായ് എന്ന മറ്റൊരു ഗുണ്ടാ നേതാവുമായുള്ള കടുത്ത പകയും ചേരിപ്പോരുമാണ് അനീഷിനെ കൊച്ചിയിലെ ക്രിമിനൽ ലോകത്ത് കുപ്രസിദ്ധനാക്കിയത്. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് അനീഷ് തൻ്റെ ഗുണ്ടാ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ച് സാഹചര്യമുണ്ടായിരുന്നു. ഇങ്ങനെ തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിച്ചു കിടക്കുന്നതാണ് ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലവും. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിന് സമീപം എട്ടിമടയിൽ വെച്ച് തൃശൂർ സ്വദേശിയായ സ്വർണ്ണ വ്യാപാരിയെ തടഞ്ഞു നിർത്തി 1.5 കിലോ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ കവർച്ച ചെയ്ത കേസിൽ ഇയാൾ പ്രധാന പ്രതിയാണ്. കൂടാതെ തമിഴ്നാട്ടിലെ ഒരു DMK കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ കേസിലും സ്പിരിറ്റ് കടത്ത് കേസുകളിലും അനീഷിന്റെ പേരിൽ തമിഴ്നാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കർണാടകത്തിലും ഗുണ്ടാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 5ഓളം കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. മുൻപ് താൻ ഏറ്റെടുത്ത വിവിധ കൊട്ടേഷനുകളുടെയും ഗുണ്ടാ പോരുകളുടെയും ഭാഗമായി നിരവധി വധശ്രമ ഭീഷണികൾ അനീഷ് നേരിട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയവേ ശത്രു സംഘത്തിൽപ്പെട്ടവർ ഇയാളെ ജയിലിനുള്ളിൽ വെച്ച് വധിക്കാൻ ശ്രമിച്ച സംഭവവും വലിയ വാർത്തയായിരുന്നു. എന്തായാലും മരട് അനീഷ് അറസ്റ്റിലായിരിക്കുന്നു. കുപ്രസിദ്ധ ഗുണ്ടയാണ്. കാപ്പ കേസ് അടക്കം ചുമത്തിയാണ് പോലീസ് അനീഷിനെ പൂട്ടിയിരിക്കുന്നത്. തമിഴ്നാട്, കർണാടക മുതലുള്ള സംസ്ഥാനങ്ങളിലേക്കടക്കം വ്യാപിച്ചു കിടക്കുന്ന വലിയ നെറ്റ്വർക്ക് ആണ് ഇയാൾക്കുള്ളത്. എന്തായാലും ഇയാൾ അറസ്റ്റിലാവുന്നതോടുകൂടി കൂടുതൽ ഗുണ്ടകളെ തടുക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം ഓപ്പറേഷൻ തൂഫാൻ അടക്കമുള്ള വലിയ ക്യാമ്പയിനുകൾ സംസ്ഥാനത്ത് നടന്നു വരുന്നുണ്ട്. ഗുണ്ടാ പ്രവർത്തനങ്ങളെ തടയാനുള്ള ക്യാമ്പയിനും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കൂടി ഭാഗമായാണ് മരട് അനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.